നമസ്കാരം. ദീപക് ഗോപി പ്രസൻസിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു IAS ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലൈബ്രറിയിലാണ്. ഈ IAS ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ IAS പഠിക്കാവുന്ന, IASന് പരിശീലനം നേടാവുന്ന ഒരു സ്ഥാപനം കൂടിയാണിത്. ഞാൻ പറഞ്ഞു വരുന്നത് കിലെ IAS അക്കാഡമിയെ കുറിച്ചാണ്. കേരള സർക്കാരിന്റെ തൊഴിൽ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അഥവാ കിലെ എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഒരു IAS അക്കാഡമി പ്രവർത്തിച്ചു വരുന്നത്. ഒരുപാട് പ്രത്യേകതകൾ അവകാശപ്പെടാൻ സാധിക്കുന്ന കിലെ IAS അക്കാഡമിയെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ കിലെ IAS അക്കാഡമിയുടെ കോഴ്സ് കോർഡിനേറ്റർ ശ്രീമതി അഞ്ജലി അനിലിനെ ക്ഷണിച്ചു. എൻ്റെ പേര് അഞ്ജലി അനിൽ, കിലെ IAS അക്കാഡമിയുടെ കോഴ്സ് കോർഡിനേറ്ററാണ്. ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിൽ വരുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് കിലെ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. കിലെയുടെ ഒരു അക്കാഡമിക് ഡിവിഷനാണ് കിലെ IAS അക്കാഡമി. പ്രധാനമായും തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത് തന്നെ. UPSC കോച്ചിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബജറ്റ് ആവും എന്ന് ചിന്തിച്ചിട്ട് പല കുട്ടികളും കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നേരിടുന്ന ആൾക്കാർക്ക് ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ തന്നെയാണ് കിലെ IAS അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഉദ്ദേശത്തോടെ 2021 ആദ്യത്തെ ബാച്ച് ആരംഭിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ പൊതുസമൂഹം വളരെ ആദരവോടെ കാണുന്ന തൊഴിൽ മേഖലയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കയറി പറ്റാൻ 3 കടമ്പകളിലൂടെയാണ് പ്രധാനമായും കടന്നു പോകേണ്ടത്. പ്രിലിംസ്, മെയിൻസ്, പിന്നെ ഇന്റർവ്യൂസ്. പ്രിലിംസിനും മെയിൻസിനും ഇന്റർവ്യൂസിനും ഒക്കെ ഇവിടെ പരിശീലനം നൽകി വരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എത്തരത്തിലാണ് ഇവർ ഈ 3 കടമ്പകൾക്ക് വേണ്ടിയുള്ള പരിശീലനം നൽകി വരുന്നതെന്ന് നമുക്ക് ചോദിച്ചു. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ എന്നിങ്ങനെ 1 വർഷം നീളുന്ന പരീക്ഷയാണ് UPSC. അപ്പോൾ ഇവിടെ കോച്ചിങ് കൊടുക്കുന്നത് തന്നെ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ ഒരു അമാൽഗമേറ്റഡ് അപ്രോച്ചിലാണ് കോച്ചിങ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 10 മാസത്തെ കോഴ്സ് സ്ട്രക്ചറാണ് വരുന്നത്. പക്ഷേ അതിലൊരു 7 മാസം ആകുമ്പോൾ തന്നെ സിലബസ് കംപ്ലീറ്റഡ് ആവുന്നുണ്ട്. സോ ഒരു 4 മാസത്തോളം ഒരു റിവിഷൻ, ഒരു 4 ടൈംസ് എങ്കിലും റിവിഷൻ കിട്ടുന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഒരു ഓറിയന്റേഷൻ സെഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം എന്താണ്, ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിട്ട് തന്നെ ഒരു സ്റ്റുഡൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും അവർക്ക് നല്ലത്. അപ്പോൾ ഒരു മന്ത് വരുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി വൺസ് ഇൻ എ വീക്ക് ഒരു റിവിഷൻ ടെസ്റ്റും കൊടുക്കാറുണ്ട്. അതുപോലെ എല്ലാ സബ്ജക്ട്സും ചേർത്തിട്ടുള്ള റിവിഷൻ ടെസ്റ്റ്. അതുപോലെ തന്നെ മന്ത് എൻഡ് ആവുന്ന സമയത്ത് ഒരു മന്ത്ലി അനാലിസിസ് ടെസ്റ്റ്, ഒബ്ജക്റ്റീവ് ടൈപ്പും ഉണ്ടാവും, മെയിൻസ് ടൈപ്പും ഉണ്ടാവും. സോ എല്ലാ മാസവും ഇങ്ങനെ പരിശീലനം കിട്ടി വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് എക്സാം അടുക്കുന്ന സമയത്ത് ആ എക്സാം അപ്രോച്ച് വളരെ ഈസി ആയിട്ട് വരാറുണ്ട്. ക്ലാസ്സിൽ തന്നെ മെയിൻസ് ആൻസേഴ്സ് എഴുതിപ്പിക്കാറുണ്ട്. അതുപോലെ മന്ത്ലി വരുന്ന മെയിൻസ് ആൻസർ റൈറ്റിംഗ് അതിനുശേഷം ഓരോ സ്റ്റുഡൻസിനും 1-on-1 മെന്റർഷിപ്പ് കൊടുക്കാറുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഓരോ സ്റ്റുഡൻറ്റിന്റെ വീക്ക്നെസ് എന്താണ്, സ്ട്രെങ്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു പരിശീലനം കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അവരുടെ മാർക്സിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ എന്ത് ചേഞ്ചസ് കൊടുക്കണം എന്നുള്ളത് ഓരോ മെന്റേഴ്സിനും മനസ്സിലാവും. ഓരോ സ്റ്റുഡൻസിനും നമ്മൾ സെപ്പറേറ്റ് മെന്റേഴ്സിനെ കൊടുക്കാറുണ്ട്. അവർ ആക്ച്വലി 24 hours അവൈലബിൾ ആണ്. ഇവിടെ ക്ലാസ് അവേഴ്സിന് ശേഷം അവർ എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്യുന്ന രീതിയിൽ വില്ലിംഗ് ആയിട്ടുള്ള ടീച്ചേഴ്സും ഉണ്ട്. അതുപോലെ മെന്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. പ്രിലിംസിനോട് അടുത്ത് നിൽക്കുന്ന അവസാനത്തെ 5 മാസം നല്ല രീതിയിൽ റിവിഷൻ ക്ലാസ്സസ് കൊടുക്കുകയും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നടത്തുന്നുണ്ട്. ഈ അവസാന നിമിഷം വരെയും ഇവരുടെ കൂടെ നിന്ന് ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ ചേഞ്ചസ് ആണ് അവരുടെ ഓരോ ആൾക്കാരുടെയും സ്ട്രാറ്റജിയിൽ വരുത്തേണ്ടത് എന്നുള്ളത് എക്സാം വരെയും നമ്മൾ കൊടുക്കാറുണ്ട്. ഇവിടുത്തെ IAS പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രേക്ഷകരെ കൂടുതലായി അറിയിക്കാനുണ്ടാവുക? ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ സബ്ജക്ട് എക്സ്പേർട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റിൽ പ്രിപ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് ആസ്പിറൻസും ഉണ്ട്. അതുപോലെ 1 or 2 ടൈംസ് മെയിൻസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ മറ്റ് ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ ഇവിടെ റീഡിംഗ് റൂം ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് ലൈബ്രറി കം റീഡിംഗ് റൂം എന്നുള്ള രീതിയിലാണ് എല്ലാ ബുക്സിൻ്റെയും നമ്മുടെ സബ്ജക്ട്സിൽ പ്രിഫർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ബുക്സിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു more than 6 കോപ്പീസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്ലാസ് അവേഴ്സിലെല്ലാം വൈഫൈ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. കാരണം സ്റ്റുഡൻസിന് ഏത് രീതിയിലും സപ്പോർട്ട് കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സ്റ്റുഡൻറ്റിൻ്റെ അറ്റൻഡൻസ് ആണ്. യൂഷ്വലി അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നുന്നെങ്കിലും അത് UPSC പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എത്ര അവർ ഡെഡിക്കേറ്റഡ് ആണ് എന്നറിയുന്ന ഒരു കാര്യമാണത്. സോ സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ പേരൻസുമായിട്ട് നിരന്തരം ഒരു കോൺടാക്ട് കീപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ മാർക്ക് ഷീറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഗ്രസ്, റിസൾട്ട് എല്ലാ രീതിയിലും ഇവരെ അറിയിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളുടെ സ്റ്റുഡൻസിന് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒന്നാണ് റിവ്യൂ റെക്കോർഡ്. അതായത് അവരുടെ ഓരോ എക്സാമിന് ശേഷവും അവർ എന്ത് അച്ചീവ് ചെയ്തു, ഏത് രീതിയിലാണ് അവർക്ക് മാർക്ക് കുറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മളൊരു റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഓരോ മെന്റർഷിപ്പിന് ചെല്ലുന്ന സമയത്തും സ്റ്റുഡൻസുമായിട്ട് പേഴ്സണലി സംസാരിച്ച് എന്ത് മാറ്റമാണ് അവരുടെ സ്ട്രാറ്റജിയിൽ വരുത്തേണ്ടത് എന്നും ശ്രദ്ധിക്കാറുണ്ട്. ക്ലാസ് നടക്കുന്ന കാലാവധിയുടെ ഉള്ളിൽ തന്നെ
UPSC ഓൾറെഡി ക്ലിയർ ചെയ്ത പല ഓഫീസേഴ്സും ഇവിടെ നിന്ന് ഒരു ഇൻട്രാക്ഷൻ സെഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുകയും അവരതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് ചേഞ്ചസ് അവരുടെ ലൈഫിലും അവരുടെ സ്റ്റഡീസിലും ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ നിന്ന് IAS പരിശീലനം നേടി ഇപ്പോൾ നടക്കാൻ പോകുന്ന പ്രിലിംസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ചില IAS ആസ്പിരൻസിനെ എനിക്കിവിടെ കാണാൻ സാധിച്ചു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. നമുക്ക് ഇനിയും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് നൽകിയ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും അവരുടെ ഒരു പെർസെപ്ഷനിലും തിങ്കിങ്ങിലും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വരുത്താൻ സാധിച്ചതെന്നും അവർ നമ്മളോട് പറയുന്നു. അതെന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് കേട്ടറിയാം. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് മാലിക്. ഞാൻ വയനാട് നിന്നാണ് വരുന്നത്. ഇവിടെ ഞാൻ എത്തുന്നത് ജൂൺ 2nd വീക്കിലാണ്. കഴിഞ്ഞ വർഷം 2023 അപ്പോഴാണ് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കിളെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിയുന്നത്. അപ്പം എനിക്ക് കാര്യമായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് അറിയുകയും അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷമാണ് പ്രോപ്പറായിട്ട് സിവിൽ സർവീസിലേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളൊരു കൃത്യമായ സ്ട്രാറ്റജി എനിക്ക് മനസ്സിലാവുന്നത്. അതുവരെ ഞാൻ കുറച്ചുകൂടെ ഉദ്ദേശിച്ചത് എനിക്ക് വേണ്ട ക്ലാസ്സുകൾ മാത്രം എടുക്കാം, ബാക്കി സെൽഫായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കിയതുപോലെ അല്ല, ഇതിൻ്റേതായിട്ടുള്ള UPSC ഡിമാൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മെത്തഡോളജി ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അത് എനിക്ക് മെയിനായിട്ട് കിട്ടിയത് ഇവിടുത്തെ ഫാക്കൽറ്റീസ് എന്നാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് കിളയെന്ന് എനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയി തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ 1-on-1 മെൻറ്റർഷിപ്പാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ മെൻറ്റേഴ്സ് പറയുന്ന സമയം മാത്രമല്ല, നമ്മൾ സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്ന ടൈമിലും മെൻറ്റേഴ്സ് എപ്പോഴും അവൈലബിൾ ആവും എന്നുള്ളതാണ്. അതധികം വൈകാതെ തന്നെ അധികം ഇപ്പോൾ നമ്മളൊരു മെൻറ്റർഷിപ്പ് നമുക്കൊരു അസിസ്റ്റൻസ് ആവശ്യമുണ്ടെന്ന് ആവശ്യപ്പെട്ടാൽ അത് അധികം സമയം വൈകാതെ ഒരു 2-3 ദിവസം ഒന്നും എടുക്കാതെ മാക്സിമം അതേ ദിവസം തന്നെ നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി കിട്ടാറുണ്ട്. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ കിളയിൽ അന്നുണ്ടായിരുന്ന ഒരു ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് 1 മാസം ഒരു ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് എക്സാമും പിന്നെ ഒരു മെയിൻസ് റൈറ്റിംഗ് എക്സാമും ആയിരുന്നു. അപ്പോൾ അതിനെ അവർ പേരിട്ടത് KMAP എന്നും മെറ്റ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതും എന്നെ സംബന്ധിച്ച് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതും വളരെ നന്നായി ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു സബ്ജക്ട് സ്പെസിഫിക് ആക്കാതെ മൊത്തം കോംപ്രഹെൻസീവ് ആയിട്ടാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇനീഷ്യൽ ഘട്ടത്തിൽ നമ്മൾ സ്റ്റുഡൻസിന് ആർക്കും വലിയൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റാണ് വന്നത്. കാരണം ഇത് നമ്മളിടുന്നൊരു എഫേർട്ട് ഇങ്ങനെയല്ല, കുറച്ചുകൂടെ വേണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് വന്നത്. അപ്പം അത് കൃത്യമായിട്ട് തന്നെ ഫാക്കൽറ്റീസ് ഓരോ സമയം തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പലരും, ഇപ്പം ഞാനടക്കമുള്ളവർ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ഇൻഹിബിഷൻസ് ആദ്യം ഉണ്ടായിരുന്നു. അപ്പം അത് പ്രോപ്പറായിട്ട് ഒഴിവാക്കാൻ പറ്റി എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയ മെയിൻ അഡ്വാൻറ്റേജ്. കിളയിലെ രണ്ടാമത്തെ സ്ട്രാറ്റജി ആയിട്ട് മനസ്സിലായത് ജനുവരി ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ സിലബസും കവർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കവർ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ സിലബസും കവറായി. ജനുവരിക്ക് ശേഷം തന്നെ ഇവിടെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അധികം ഒരു വീക്ക് തന്നെ ഒരു എക്സാം അല്ലെങ്കിൽ 2 എക്സാം, അത് ഓരോ സബ്ജക്റ്റിൻ്റെ സിലബസിനനുസരിച്ചായിരുന്നു വന്നിരുന്നത്. പിന്നെ ഓരോ സബ്ജക്റ്റിനനുസരിച്ചും ചില എക്സാംസ് രണ്ടും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് പോളിറ്റി, എക്കോണമിക്സ്, എൻവയോൺമെന്റ് ഒക്കെ 2-3 എക്സാം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് ഓരോ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതും ഞങ്ങളെ ഒരു പഠിത്തത്തിനൊക്കെ കാര്യമായിട്ട് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ എക്സാംസും ഏതാണ്ട് ഒരു മെയ് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും തീർത്ത് പിന്നെ പ്രോപ്പർലി ഒരു 1-on-1 മെൻറ്റർഷിപ്പിലേക്ക് മാത്രമായി. അതും ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പം ഞങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പിന്നെ കൃത്യമായിട്ടൊരു ദിവസം എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൃത്യമായ അസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇനി അത് ഫോളോ ചെയ്യാത്ത, അത് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന രീതിക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്ക് അവരുടേതായ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സജഷൻസും അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പിന്നെ ടൈം ടേബിളും ഫോളോ ചെയ്യാനുള്ള അവസരം അവർ തന്നിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ പ്രോപ്പർലി ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ എനിക്ക് മെൻറ്ററിനോട് സംസാരിച്ചിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലൊക്കെ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മോറോവർ ഇവിടെ 2023 ജൂണിൽ വന്ന ഒരാളായിട്ടല്ല എന്തായാലും ഇപ്പോൾ ഞാനായി നിൽക്കുന്നതെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൃത്യമായിട്ടൊരു റോൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേര് അമൽ, ഞാൻ വയനാട് നിന്നാണ് വരുന്നത്. അപ്പം UPSC പ്രിപ്പറേഷനിൽ റിവിഷനും അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഒരു ഡിസംബർ ആയപ്പോഴത്തേനും ഇവിടെ ഏകദേശം നമ്മുടെ പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജനുവരി ഫസ്റ്റ് വീക്ക് മുതൽ മെയ് ഫസ്റ്റ് വീക്ക് വരെ നമുക്കിവിടെ ടെസ്റ്റ് സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഈ ഓരോ ടെസ്റ്റ് സീരീസിനും പഠിക്കേണ്ട സബ്ജക്റ്റുകളും അതിനെ നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം, എത്ര ദിവസം എങ്ങനെയൊക്കെ പഠിക്കേണ്ടത്, എത്ര ദിവസം ക്വസ്റ്റ്യൻ ചെയ്യണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മുടെ ആ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിനും നമുക്ക്
എങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്യണം, നമ്മൾ എന്തൊക്കെ പുതിയതായിട്ട് നോക്കണം, പുതിയ എത്ര ടേംസ് നോക്കണം, എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഓരോ ടെസ്റ്റ് സീരീസിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ദിവസം റിവിഷന് വേണ്ടിയിട്ടും അല്ലാണ്ട് ഡിസ്കഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതെങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും അതിനകത്തുള്ള ടേംസിനെ പറ്റിയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും നമുക്ക് കുറച്ചും കൂടെ ഇതൊരു സിംപ്ലസ്റ്റ് ആക്കി തരാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. സോ ഓരോ ടെസ്റ്റ് സീരീസ് കഴിയുമ്പോഴും നമുക്ക് ഫസ്റ്റ് മെച്ച നടന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കിപ്പം എല്ലാവർക്കും കാണുന്നുണ്ട്. എല്ലാവരുടെയും മാർക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ്സ് കുറയുന്നുണ്ട്. അങ്ങനെ ഓരോ ഇത് കഴിഞ്ഞ് ഇപ്പം ടെസ്റ്റ് സീരീസ് മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇനിയുള്ള അവസാനത്തെ ഒരു 40-45 ദിവസം, അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ പഠിക്കണം, അപ്പോൾ അതിനകത്ത് എത്ര ദിവസം പ്രീവിയസ് ഇയർ നോക്കണം, അവസാനത്തെ ആഴ്ചകളിലാണ് പ്രീവിയസ് ഇയർ നോക്കാൻ നിൽക്കുന്നത്. അതിന് മുമ്പ് UPSC മറ്റുള്ള എക്സാമുകൾ എല്ലാ ദിവസവും ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണം, പുതിയതായിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കണം, അതുപോലെ ഏതൊക്കെ ടേംസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഈ 100 ദിവസങ്ങളിൽ പഠിക്കേണ്ട ടേംസുകൾ, ഓരോ സബ്ജക്റ്റ് വൈസ് ടേംസുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു എന്തൊക്കെ എടുക്കണം, എന്തൊക്കെയാണ് നോക്കേണ്ടത്, എന്തൊക്കെ ഒഴിവാക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഒരു കൃത്യമായിട്ട് അസിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പം ഇനിയിപ്പോൾ ഒരു 20 ദിവസം കൂടെ ഉള്ളൂ. ആ 20 ദിവസങ്ങളിൽ ഇപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടാണ് തന്നെ നിൽക്കുന്നത്, ഫിലിംസ് നമുക്ക് പാസ്സാകാൻ പറ്റുന്നുള്ളതിന്. എൻ്റെ പേര് സൗവർണിക, ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ്. അപ്പം ലൈബ്രറി ഫെസിലിറ്റീസ് ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കിലയുടെ ലൈബ്രറി ഫെസിലിറ്റീസിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു UPSC ആസ്പിറന്റ് എന്ന നിലയ്ക്ക് ആവശ്യമുള്ള എല്ലാ ബുക്സും അവൈലബിൾ ആണ്. ഒരു ആസ്പിറന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഈ ലൈബ്രറി ഡെയിലി യൂസ് ചെയ്യണം. ഡെയിലി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വന്നിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറി, എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയാം കിലയിൽ തന്നെ. അപ്പം മാത്രമല്ല, ഇപ്പം നമ്മുടെ എക്സാമിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇതൊരു റീഡിംഗ് റൂം ഫെസിലിറ്റി പോലെ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാവിലെ തൊട്ട് പിന്നെ നമുക്ക് വൈകിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ട് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ട്. ഞാൻ ഡെയിലി ഇവിടെ വന്നിട്ട് ഇവിടെ റീഡിംഗ് റൂം എന്നുള്ള രീതിയിൽ ഈ ഫെസിലിറ്റി യൂസ് ചെയ്യുകയും ഇവിടുത്തെ ലൈബ്രറിയിലെ ബുക്സ് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരു മെന്റർ എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എന്ത് ഡിസ്കഷൻസ് ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ മെന്ററുമായിട്ട് ക്ലിയർ ചെയ്ത് അപ്പൊ തന്നെ ആ ഡൗട്ട് അങ്ങ് ക്ലിയർ ചെയ്ത് പോകാന്നുള്ളതാണ് ഈ ലൈബ്രറി പ്ലസ് റീഡിംഗ് ഫെസിലിറ്റിയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില ചോദ്യങ്ങളൊക്കെ ഓടി വരാറുണ്ട്. അത്തരം ചില ചോദ്യങ്ങളാണ് ഞാൻ ഇവിടുത്തെ കോഴ്സ് കോർഡിനേറ്ററുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പ്രവേശന രീതി എങ്ങനെയാണ്? ഇവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് April-May മാസങ്ങളിലാണ്. kile.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഗൂഗിൾ ഫോം ഉണ്ടാവും. അപ്പോൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് പ്രകാരമാണ് ഇവിടെ നിന്നൊരു കോൾ വരുന്നത്. ഒന്നുകിൽ ഒരു ഇൻ്റർവ്യൂ കോൾ വഴി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് വഴിയായിരിക്കും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ ഈ ഒരു അധ്യയന വർഷത്തിലേക്ക് സെലക്ട് ആക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോഴ്സ് കാലാവധിയും ഇവിടുത്തെ ക്ലാസിന്റെ ടൈമിങ്സ്. കോഴ്സിന്റെ കാലാവധി വരുന്നത് 10 മാസമാണ്. അതുപോലെ ക്ലാസ് ടൈമിംഗ് വരുന്നത് Monday to Saturday 9 to 4 ആണ്. 2 മണിക്കൂർ വീതമുള്ള 3 സെഷൻസ് ആണ് ഒരു ദിവസം ഉണ്ടാവുക. ഇവിടുത്തെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തിരുവനന്തപുരത്തിന് വെളിയിൽ നിന്ന് പല കുട്ടികളും ഇവിടെ വന്ന് പഠിക്കുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കുണ്ടാകുന്ന സംശയം ഇതാണ്: ഇവർക്കുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയാണ്? അക്കാഡമി റെസിഡൻഷ്യൽ അല്ല, പക്ഷെ നമ്മുടെ അക്കാഡമിയുടെ സമീപത്തായിട്ട് തന്നെ പല ഹോസ്റ്റൽസും PGസും അവൈലബിൾ ആണ്. എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയാണ്. ഇനി പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുക ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഫീസ് ആനുകൂല്യങ്ങൾ, ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഫീസ് ആനുകൂല്യങ്ങൾ ആർക്കൊക്കെ ലഭിക്കും? ഏതെങ്കിലും ഒരു വെൽഫെയർ ബോർഡിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ മക്കളാണെന്നുണ്ടെങ്കിൽ ഫീ വരുന്നത് 20,000 പ്ലസ് 18% GST എന്നുള്ള രീതിയിലാണ്. അതിനോടൊപ്പം 2,000 കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ടാവും. അതേസമയം തൊഴിലാളികളാണ്, പക്ഷേ ഒരു വെൽഫെയർ ബോർഡിന്റെ അണ്ടറിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതായത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ മക്കളാണെന്നുണ്ടെങ്കിൽ 25,000 പ്ലസ് 18% GST പ്ലസ് 2,000 കോഷൻ ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി ഇതിലൊന്നുമല്ല, ജനറൽ ആയിട്ടുള്ള കാറ്റഗറിയിൽ, കാസ്റ്റ് വൈസ് ഉള്ള ജനറൽ അല്ല, തൊഴിലാളികളല്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുടെ മക്കളാണ് വരുന്നതെങ്കിൽ 50,000 പ്ലസ് 18% GST പ്ലസ് 2,000 റുപ്പീസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് ചെയ്യുന്നത്? കിലെ IAS അക്കാഡമിയെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് kile.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അറിയാനാകും. അതുപോലെ തന്നെ ഓഫീസുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാം. ഇവിടെ സ്ഥാപനം വരുന്നത് തിരുവനന്തപുരം വഞ്ചിയൂർ ഉപ്പിടമൂട് പാലത്തിന് സമീപമായിട്ടാണ്. ഈ ഒരു പരിപാടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.